ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മൗറീഷ്യോ പൊച്ചറ്റിനോയുടെ ചെൽസിയിൽ നിന്നുള്ള പുറത്തുപോക്കിനെ കുറിച്ചും എൻ്റെ ഫുട്ബോൾ ക്ലബിൻ്റെ മുമ്പോട്ടുള്ള പോക്കിനെ കുറിച്ചുമാണ്. അപ്പോൾ ഇന്നലെ രാത്രി ചെൽസിയുടെ ഒഫീഷ്യൽ ഹാൻഡിലിൽ ഒരു വാർത്ത വരുന്നു. അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ വൈകിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഫ്രസ്ട്രേഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇത്രയും വൈകിയത്. എന്തായാലും സംസാരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല, കാരണം എൻ്റെ ക്ലബിനെ കുറിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. അപ്പോൾ ഒഫീഷ്യൽ ഹാൻഡിൽ വന്നിട്ടുള്ള വാചകങ്ങൾ ഇപ്രകാരമായിരുന്നു. അതിൽ തന്നെ സ്പോർട്ടിംഗ് ഡയറക്ടർമാരായിട്ടുള്ള ലോറൻസ് സ്റ്റുവർട്ടും പോൾ വിൻസ്റ്റൺലിയും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓൺ ബിഹാഫ് ഓഫ് എവ്രി വൺ അറ്റ് ചെൽസി വി വുഡ് ലൈക്ക് ടു എക്സ്പ്രസ് അവർ ഗ്രാറ്റിറ്റ്യൂഡ് ടു മൊറീഷ്യോ ഫോർ ഹിസ് സർവീസ് ദിസ് സീസൺ. He will be welcome back to Stamford Bridge at any time and we wish him all the very best in his future coaching career. ഇതിനർത്ഥം പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ തന്നെ രണ്ടാമത്തെ വരി ആലങ്കാരികമായിട്ട് പറയുന്നതാണ്. അത് എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, ഭംഗിവാക്കല്ലേ. അതായത് എന്തിനാണ് പോച്ചിനെ തിരിച്ച് സ്റ്റാംഫോർഡ് ബ്രിഡ്ജിലേക്ക് വരുന്നത്, പുള്ളിക്കാരനത് പ്രാന്ത. അപ്പോൾ എന്താണ് ചെൽസിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സത്യം പറയാലോ, ചെൽസി ഇപ്പോൾ ഒരു പെർഫെക്റ്റ് മീം മെറ്റീരിയലായിട്ട് മാറിയിരിക്കുകയാണ്, ഒരു ലോഫിംഗ് സ്റ്റോക്കായിട്ട് മാറിയിരിക്കുകയാണ്. ആളുകൾ ചിരിക്കുകയാണ് നോക്കിയിട്ട് എന്നുള്ളതാണ് നിലവിലത്തെ സാഹചര്യം. ഇനി ഭാവിയിൽ എല്ലാവരും ഞെട്ടിക്കാനുള്ള സാധ്യത എന്നുള്ളതൊക്കെയാണ് ചില ആരാധകരൊക്കെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആവട്ടെ. പക്ഷേ നിലവിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത്ര നല്ല രീതിയിലല്ല. ഇത് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള സംഭവം തന്നെയാണ്. അത് തന്നെയാണ് വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നത്. അതിനു മുമ്പ് ഈ മാനേജർമാരെ ചെൽസിയിൽ നിന്ന് സാക്ക് ചെയ്യുന്ന പരിപാടി എന്നൊക്കെ പറഞ്ഞാൽ വളരെ നോർമലായിട്ടുള്ളൊരു പരിപാടിയാണ്. നമ്മളെല്ലാവരും അതിൽ യൂസ് ടു ആണ്. റോമൻ്റെ കാലത്ത് തന്നെ, അപ്പം അതിൽ തന്നെ ഈ റോമൻ അബ്രാമോവിച്ചിൻ്റെ കാലത്ത് തന്നെ ജോസെ മൗറീനിയോയെ അദ്ദേഹം ഫസ്റ്റ് ടൈം സാക്ക് ചെയ്തപ്പോൾ ഉണ്ടല്ലോ, സ്പെഷ്യൽ വണ്ണിനെ സാക്ക് ചെയ്തപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് എന്താ പറയുക, നെഞ്ചിൽ കുത്തി ഇറങ്ങുന്ന തരത്തിൽ വേദന ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം അത്രയും വേദന ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീട് കാർലോ ആൻചെലോട്ടിയെ ഇതേ റോമൻ തന്നെ സാക്ക് ചെയ്യുന്നു. അതും എന്താണ്, ഫസ്റ്റ് സീസണിൽ പ്രീമിയർ ലീഗ് ടൈറ്റിൽ, അതും ഡബിൾ അടിക്കുന്ന സീസൺ. അതും തൊട്ടടുത്ത സീസണിൽ സെക്കൻഡ് ഫിനിഷ് ചെയ്യുന്നു, ആളിനെ സാക്ക് ചെയ്യുന്നു റൂത്ത്ലെസ് ആയിട്ട്. ഭയങ്കരമായിട്ടുള്ള ഫ്രസ്ട്രേഷൻ അന്നും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ജോസെ മൗറീനിയോയെ സെക്കൻഡ് ടൈം സാക്ക് ചെയ്തപ്പോൾ ശരിക്കും വേദന ഉണ്ടായിരുന്നു. അവിടെ ആ ഒരു തേർഡ് സീസൺ സിൻഡ്രോം കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ജോസെ മൗറീനിയോയുടെ കീഴിൽ കാര്യങ്ങൾ അത്ര വെടിപ്പായിട്ടല്ല പോയിട്ടുണ്ടായിരുന്നത്. ടേബിളിൽ വളരെ മോശം സ്ഥിതിയിലാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ സ്റ്റിൽ ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്, മാത്രമല്ല പല ചെൽസി ഫാൻസിനും ജോസെ മൗറീനിയോ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഫണ്ടാണ്, ഒരു സ്പെഷ്യൽ പ്ലേസ് എല്ലാ ചെൽസി ആരാധകരുടെയും മനസ്സിലുണ്ടാവും എന്നുള്ളത് നമുക്കറിയുന്നതാണ്. അപ്പോൾ പുള്ളിക്കാരനെ സാക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഭയങ്കരമായിട്ടുള്ള വിഷമമുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വേറെയും കുറേ കാര്യങ്ങൾ നമുക്ക് എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു ഈ റോമൻ അബ്രാമോവിച്ചിനോടും. അല്ലാതെ റോമൻ അബ്രാമോവിച്ച് ചെയ്തതെല്ലാം ശരിയാണ് എന്നുള്ള വാദമൊന്നുമില്ല. പക്ഷേ അതിനെക്കുറിച്ചൊന്നും നമ്മൾ ഈ ചാനലൊന്നും സംസാരിച്ചില്ല, കാരണം അതൊന്നും ചാനലില്ലല്ലോ. പക്ഷേ എൻ്റെ വളരെ അടുത്ത ഫ്രണ്ട്സിനോടും ഒക്കെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് അവർക്കൊക്കെ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവുമായിരിക്കും. എന്തായാലും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും റോമൻ അബ്രാമോവിച്ച് ഇത്തരത്തിലുള്ള ഡിസിഷനുകൾ എടുക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഉറപ്പുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു, ഇനി ആൾ കൊണ്ടുവരാൻ പോകുന്നത് മറ്റൊരു കിട്ടിയ മാനേജർ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല നമ്മൾ വീണ്ടും ട്രോഫി അടിക്കും എന്നുള്ള ആ ഒരു പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. ഇത്തരത്തിലുള്ള ചില വളരെ വിയേർഡായിട്ടുള്ള ബിസാറായിട്ടുള്ള ഡിസിഷൻസ് റോമൻ എടുക്കുമ്പോഴും അങ്ങനെ ഒരു വിശ്വാസം നമുക്കുണ്ടായിരുന്നു. നമ്മൾ എന്നിട്ട് വീണ്ടും ട്രോഫികൾ അടിച്ചു കൂട്ടുന്ന ഒരു സാഹചര്യം കണ്ടിട്ടുള്ളതാണ്. അപ്പം ഇതിനിടയിലും എക്സ്പെരിമെൻറ്റുകൾ റോമനും നടത്തിയിട്ടുണ്ട്. കുറേ എക്സ്പെരിമെൻറ്റുകൾ പുള്ളിക്കാരൻ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആൻഡ്രേ വിയാസ് ബോയ്സിനൊക്കെ കൊണ്ടുവന്നതൊക്കെ മാസീവ് എക്സ്പെരിമെൻ്റ് ആണെന്ന് നമുക്കറിയുന്നതാണ്. അതുപോലെ ഈവൻ ജോസെ മൗറീനിയോയെ ഫസ്റ്റ് ടൈം കൊണ്ടുവന്നതും ഒരു എക്സ്പെരിമെൻ്റൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ആൾ വലിയ ഓളം വളരെ ചെറിയ കാലയളവിൽ തന്നെ സൃഷ്ടിച്ചിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത് അവിടെ. പോർട്ടോയിൽ ചാമ്പ്യൻസ് ലീഗ് അടിക്കുന്ന സാഹചര്യം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വേറെ ലെവൽ സംഭവമാണ്. പക്ഷേ ആൾ റിലേറ്റീവ്ലി വളരെ യങ് ആയിട്ടുള്ളൊരു മാനേജറായിരുന്നു. അപ്പോൾ അതും ഒരു എക്സ്പെരിമെൻ്റൊക്കെ തന്നെയായിരുന്നു. പക്ഷെ അത് വർക്കൗട്ടായി. കാരണം ജോസെ മൗറീനിയോ ഒരു സ്പെഷ്യൽ വണ്ണ് തന്നെ ആയിരുന്നു, അതുകൊണ്ടാണ് അത് വർക്കൗട്ടായത്. ഇവിടെ ഉള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഈ ഓണർഷിപ്പ് ഇപ്പോൾ ഈ വളരെ ചെറിയ ഈ ഒരു സമയം കൊണ്ട് തന്നെ വിശ്വാസ്യത എന്ന് പറയുന്ന സാധനം അവർ ഉണ്ടാക്കിയെടുത്തില്ല. ആ ഒരു ട്രസ്റ്റ് അവരുണ്ടാക്കിയെടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. അതായത് ഒരു ഫാൻ എന്ന രീതിയിൽ ഇനി ഇവരെന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വറി ജയിപ്പിക്കുന്ന തരത്തിലുള്ള സംഭവമാണ്. ഒരു വല്ലാത്ത രീതിയിലൊരു ഉത്കണ്ഠ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് ഒരു ചെൽസി ഫാൻ സംഭവം. അതാണ് പ്രശ്നം, അതാണ് പ്രധാന പ്രശ്നം. ഇനിയിപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പൊച്ചറ്റിനെ സാക്ക് ചെയ്തെന്ന് പറയാൻ പറ്റില്ല. ഇതൊരു മ്യൂച്വൽ കൺസെൻറ്റിൻ്റെ പുറത്തെടുത്തിട്ടുള്ളൊരു തീരുമാനമാണ്.
അപ്പോൾ പോച്ചിൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ടാകും അവിടെ തുടരാതിരിക്കാൻ, അതുപോലെ ചെൽസി ഓണർഷിപ്പിന് അവരുടേതായിട്ടുള്ള കാരണങ്ങളുണ്ടാവും പിന്നെ തുടരാതിരിക്കാൻ, അല്ലെങ്കിൽ പുള്ളിക്കാരനുമായിട്ട് പ്രൊജക്റ്റ് മുമ്പോട്ട് കൊണ്ടുപോകാതിരിക്കാൻ. അപ്പോൾ ഒരു കൈ കൊടുത്ത് പിരിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ മാറ്റ്ലോക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ ഒരു പൊച്ചറ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ എടുത്തിട്ടുള്ള തീരുമാനം ആരാണ് എടുത്തത്? അവന്മാരാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തേക്ക് വിട്ടുള്ളത്. അപ്പോൾ അവന്മാർക്ക് ഇതിലൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല എന്നുള്ളതാണ് ഞാൻ മുമ്പോട്ട് വെക്കുന്നൊരു ചോദ്യം. അതായത് ഇവന്മാർ 100,000 ഇൻ്റർവ്യൂകൾ നടത്തുന്നു. നൈഗൽസ്മാൻ പോരാ, നമ്മുടെ പ്രൊജക്റ്റിന് പറ്റിയ ആളല്ല. ലൂയിസ് എൻട്രിക്ക പോരാ, നമുക്ക് പ്രൊജക്റ്റിന് പറ്റിയിട്ടുള്ള ആളല്ല. അങ്ങനെയുള്ള പല ഇൻ്റർവ്യൂകളും പല ആളുകൾ എടുത്തിട്ട് അവസാനമാണ് ഇവന്മാർ പൊച്ചറ്റിനിൽ എത്തി നിൽക്കുന്നുണ്ടായിരുന്നത്. അതായത് ഒരുപാട് കാൽക്കുലേഷൻസ്, ഒരുപാട് കണക്കുകൂട്ടലുകൾ ഒക്കെ നടത്തിയിട്ട് ഭയങ്കരമായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളും നടത്തിയിട്ടാണ് ഡാറ്റയും തേങ്ങയും മാങ്ങയും ഒക്കെ നോക്കിയിട്ടാണ് പൊച്ചറ്റിനെ കൊണ്ടുവന്നത്. എന്നിട്ട് ഇവന്മാർ പറയുകയാണ്, ഇപ്പോൾ മാറ്റ്ലോൻ്റെ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഫിലോസഫിക്ക് അനുസരിച്ചിട്ടുള്ള ആളല്ല, ക്ലബിൻ്റെ സ്ട്രക്ചറിൽ നിന്നിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല പൊച്ചറ്റിനോ എന്നുള്ളത്. പിന്നെ എന്താണ് ഇവന്മാർ അനലൈസ് ചെയ്തത് സീസണിന് മുമ്പ് ഈ പൊച്ചറ്റിനെ കൊണ്ടുവരുമ്പോൾ എന്നുള്ള ചോദ്യം എന്താ ആളുകൾ ചോദിക്കാത്തതെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നത്. അത് ചോദിക്കണ്ടേ? അപ്പോൾ അതിനാരാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്? സ്വാഭാവികമായിട്ടും ഓണർഷിപ്പിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഓണർഷിപ്പ് ഒരു 2 സ്പോർട്ടിംഗ് ഡയറക്ടർമാരെ വെച്ചിട്ടുണ്ട്. അവന്മാരാണല്ലോ ഈ മാനേജർമാരെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് തീരുമാനം എടുത്തുള്ളത്. അപ്പോൾ അവന്മാർക്ക് ഒരു പ്രശ്നമില്ലേ? അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചാൽ ഈ പ്രൊജക്റ്റിൽ ഇവന്മാർക്ക് തന്നെ വിശ്വാസമില്ല എന്നുള്ളതാണ്. ഇത് എങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുവന്നുള്ളതിൻ്റെ ഒരു ധാരണ ഇവന്മാർക്ക് തന്നെ ഇല്ല എന്നുള്ളതാണ്. ഇത് കൃത്യമായിട്ടും ഒരു ട്രയൽ ആൻഡ് എററാണ് ഇവന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ പരീക്ഷണമാണ്. ഒരു പരീക്ഷണം FC ആണ് ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് എന്നുള്ളത് ഞാൻ സീസൺ ഇടയ്ക്ക് വെച്ചിട്ടൊരു വലിയ ലെങ്തി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെയാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഇത് പരീക്ഷണം FC തന്നെയാണ്. ഇവന്മാർ പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇതിൽ ഏതെങ്കിലും ഒന്നൊക്കെ ചിലപ്പോൾ ക്ലിക്കാവും. അതിപ്പോൾ ചെൽസിയുടെ സൈനിങ്ങൾ നോക്കി കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. അതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് ക്ലിക്കാവും. കാരണം അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നൊരു കാര്യമാണ്. അതേപോലെ ഇവരുടെ ഈ പരീക്ഷണത്തിൽ ഏതെങ്കിലും ഒന്ന് ക്ലിക്കായി കഴിഞ്ഞാൽ അവന്മാർ നമ്മളോട് പറയും, കണ്ടില്ലേ ഇതായിരുന്നടാ ഞങ്ങളുടെ വിഷൻ, ഇതാണ് ഞങ്ങളുടെ പ്രൊജക്റ്റ് എന്നുള്ള രീതിയിൽ പറയും. അതിനാണ് അവർ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എന്താണ് ഇവരുടെ ഈ പ്രൊജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെനിക്ക് തോന്നുന്നില്ല അവർ കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. അവർ പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര അട്രാക്റ്റീവ് ബ്രാൻഡ് ഓഫ് ഫുട്ബോൾ ചെൽസി കളിക്കണം, പിന്നെ അത് ഫാൻസി ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമുള്ള തരത്തിലുള്ള ഫുട്ബോൾ ആയിരിക്കണം, ഡിഫെൻസീവ്ലി വളരെ സോളിഡ് ആയിരിക്കണം, പൊസഷൻ ബേസ്ഡ് ഫുട്ബോൾ ആയിരിക്കണം, ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കണം, ഇതൊക്കെ ഇവർ പറയുന്നുണ്ട്. എന്നിട്ട് ഇവർ ഈ സീസണിൻ്റെ തുടക്കത്തിൽ മൊറീസിയോ പോച്ചറ്റിനെ സൈൻ ചെയ്തു. ആളുടെ ശൈലിയും നമ്മുടെ അവർ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ള സ്ക്വാഡ് പ്രൊഫൈലും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. അതായത് അത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അത് പൊച്ചറ്റിനോ തന്നെ അദ്ദേഹത്തിൻ്റെ അവസാന പ്രസ് കോൺഫറൻസുകളിലൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഇത് എൻ്റെ ടീമല്ല ചെൽസിയുടെ ടീമാണെന്നുള്ളൊരു കാര്യം അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ബിറ്റ്വീൻ ദ ലൈൻസ് നമ്മൾ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അദ്ദേഹം വിചാരിച്ച രീതിയിലുള്ളൊരു സ്ക്വാഡല്ല. പിന്നെ എന്തിനും പോച്ചത് ഏറ്റെടുത്തു, അത് മറ്റൊരു ചോദ്യമാണ്. അത് പോച്ചിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. എന്തായാലും ഇവിടെ അക്ഷരത്തിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരുപാട് രാമൻ നായന്മാരുണ്ട്. അതായത് ചെറിയ രാമൻ നായരുണ്ട്, വലിയ രാമൻ നായരുണ്ട്, വലിയ വലിയ രാമൻ നായരുണ്ട്, ചെറിയ ചെറിയ രാമൻ നായന്മാരുണ്ട്. അങ്ങനെ കുറേ രാമൻ നായന്മാരുണ്ട്. അതായത് കുറേ ഷെഫുകളാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങൾ വെടിപ്പായിട്ടല്ല നടക്കുന്നത്. ഇപ്പോൾ ഈ ഒരു മാറ്റ്ലോൻ്റെ ആർട്ടിക്കിൾ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, പിന്നെ ബോർണ്മൗത്തിനെതിരെയുള്ള മത്സരത്തിന് മുമ്പായിട്ട് ടോഡ് ബോയ്ലിയും മൊറീസിയോ പോച്ചറ്റിനും തമ്മിലൊരു ഡിന്നറും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നതാണ്. അത് പോച്ചും പറഞ്ഞു അങ്ങനെ ഒരു ഡിന്നർ നടന്നു എന്നുള്ളത്. അപ്പോൾ അതൊരു പ്രൈവറ്റ് ഡിന്നർ അവർ തമ്മിൽ നടക്കുന്നു. അങ്ങനെ പിന്നെ ടോഡ് ബോയ്ലി പറന്നുപോയി ന്യൂയോർക്കിലേക്ക്. പിന്നെ കാര്യങ്ങൾ എഗ്ബാലിയും നമ്മുടെ ലോറൻസ് സ്റ്റുവർട്ടും പോൾ വിൻസ്റ്റണിലൊക്കെ കൂടിയിട്ട് എൻഡ് ഓഫ് ദ സീസൺ റിവ്യൂ ബോർണ്മൗത്തിനെതിരെയുള്ള മത്സരത്തിന് ശേഷം നടത്തുന്നു. അങ്ങനെ അവർ കുറേ ഡാറ്റയും കാര്യങ്ങളൊക്കെ മുമ്പോട്ട് വെച്ചിട്ടുണ്ടാവും. ഇഞ്ചുറി റെക്കോർഡിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, അതിൽ ട്രെയിനിങ് മെത്തേഡിനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളതൊക്കെയാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. അങ്ങനെ പല കാര്യങ്ങളും സംസാരിക്കുന്നു. ഒടുവിൽ എന്നാൽ നമുക്ക് പിരിയാം എന്നുള്ള തീരുമാനത്തിലേക്ക് അവരെത്തുന്നു. അതാണ്. പക്ഷേ ചെൽസി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഈ കോച്ചിനെ സാക്ക് ചെയ്യണം എന്നുള്ള തീരുമാനം നേരത്തെ തന്നെ എടുത്തിട്ടുണ്ടാവും. പക്ഷേ ആ ഒരു എൻഡ് ഓഫ് ദ സീസണിലുള്ള റിസൾട്ടാണ് അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇത്തരത്തിലുള്ള ഡ്രമാറ്റിക് ആയിട്ടുള്ള PR-കളൊക്കെ പുറത്തേക്ക് വരേണ്ട തരത്തിലുള്ള കാര്യത്തിലേക്ക് എത്തിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി എന്താണ് ഈ സീസണിൻ്റെ ഓവറോൾ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം പോച്ചിനെ ഇവർക്ക് സാക്ക് ചെയ്യണമെങ്കിൽ അവർ കൃത്യമായിട്ടും ആ ലിവർപൂളിനെതിരെയുള്ള മത്സരം കഴിഞ്ഞപ്പോൾ തന്നെ വേണമെങ്കിൽ സാക്ക് ചെയ്യാമായിരുന്നു. ആ കർബാവ് കപ്പിലെ ഫൈനൽ പരാജയപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ ആർസണലിനെതിരെയായിട്ടുള്ള ഒരു ഹ്യൂമിലിയേഷൻ നടന്നപ്പോൾ തന്നെ സാക്ക് ചെയ്യണമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും. കാരണം ആ ഒരു സാഹചര്യത്തിൽ ഫാൻസൊക്കെ മുറവിളി കൂട്ടുന്നുണ്ടായിരുന്നു വെച്ചാൽ സാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ സാക്ക് ചെയ്തിരുന്നെങ്കിൽ ആ ഫാൻസിൻ്റെ ബാക്കിങ്ങിൽ ഉണ്ടാവും. ഇപ്പോൾ പക്ഷേ എന്താ സംഭവിച്ചാലും അതിനുശേഷമുള്ള
പിന്നെ മത്സരങ്ങളിൽ പ്രത്യേകിച്ച് 5 തുടർച്ചയായിട്ടുള്ള മത്സരങ്ങൾ വിജയിക്കുന്നു, അങ്ങനെ ടോപ്പ് 6 ഫിനിഷ് ചെയ്യുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ സാക്ക് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ മൊത്തത്തിലുള്ള ഫാൻ ബേസുകൾക്കിടയിൽ, അതുപോലെ തന്നെ മീഡിയക്കിടയിൽ, പിന്നെ ഫുട്ബോളിനെ ഡീപ്പായിട്ട് കാണുന്ന ആളുകൾക്കിടയിലൊക്കെ നമ്മളൊരു കോമാളി പീസായിട്ട് മാറുകയാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു സംഭവം. അപ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ ചോദിക്കും, ആ ഒരു സാഹചര്യത്തിൽ പിന്നെ സാക്ക് ചെയ്തിരുന്നെങ്കിൽ ആരെ ഇൻ്ററിമായിട്ട് കൊണ്ടുവരും, അതുപോലെ തന്നെ ഈ ടീമിന് ടോപ്പ് 6 ഫിനിഷ് ചെയ്യാൻ പറ്റുമായിരുന്നോ എന്നുള്ള ചോദ്യമൊക്കെ ചോദിക്കും. അത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്, വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അതിന് സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഉത്തരം തരാനൊന്നുമില്ല. പക്ഷേ ഇത് സത്യം പറഞ്ഞാൽ ഇപ്പം നമ്മളെ ഒരു ലോഫിംഗ് സ്റ്റോക്കായിട്ട് മാറ്റുന്ന ഒരു പരിപാടിയാണ് ചെയ്തിട്ടുള്ളത്. അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടുള്ളത്. ഇനി പോച്ചറ്റിനോ ഈ ചെൽസി സ്ക്വാഡിനെ പറ്റിയിട്ടുള്ളൊരു മാനേജർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. മാത്രമല്ല ഈ അവസാനത്തെ 5 മത്സരങ്ങളിലുള്ള പ്രോഗ്രസ്സും അതിന് ടാക്ടിക്കൽ സ്വിച്ചും, അതിൽ അദ്ദേഹം ടാക്ടിക്കൽ സ്വിച്ചും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതിനൊക്കെ അദ്ദേഹത്തിന് ക്രെഡിറ്റ് കൊടുക്കണം. പോച്ചറ്റിനോ മോശം മാനേജറൊന്നുമല്ല. ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ടതൊരു സംഭവം. ആളൊരു ഡീസൻറ്റ് മാനേജറാണ്, ആളൊരു ഗുഡ് മാനേജറാണ്, ആളൊരു എലീറ്റ് മാനേജറല്ല. അതാണ് നമ്മൾ മുമ്പും സംസാരിച്ചത്. പിന്നെന്താണ്, ഈ ചെൽസി സ്ക്വാഡിൽ നോക്കുമ്പോൾ അവർ അസംബിൾ ചെയ്തിട്ടുള്ള സ്ക്വാഡിനെ പറ്റിയിട്ടുള്ളൊരു മാനേജറല്ല. പക്ഷേ സ്റ്റിൽ ആൾ ഈ സീസണിൻ്റെ അവസാന സാഹചര്യങ്ങളിൽ അറ്റ്വീക്കും കാര്യങ്ങളൊക്കെ നടത്തി ഒരുപാട് ലേറ്റായി ചങ്ങായി ടാക്ടിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്താനായിട്ട്. എന്നിട്ട് എന്താണ് പിന്നെ ഒരു ഡീസൻറ്റ് ഫിനിഷ് ഈ സീസണിൽ ഉണ്ടാക്കി തന്നിട്ടുണ്ട് ചെൽസിക്ക്. അത് അംഗീകരിക്കേണ്ട തരത്തിലുള്ള സംഭവമാണ്. അതിന് ബാക്കിയുള്ള ടീമുകളുടെ പിന്നെ ഫോമില്ലായ്മ ചെൽസിക്ക് അനുകൂലമായി, അത് വേറെ കാര്യം. അതോടൊപ്പം തന്നെ എൻഡ് ഓഫ് ദ സീസണിൽ പല ടീമുകളും ബീച്ചിലായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം കാര്യമായിട്ടൊന്നും പിന്നെ കളിക്കാനില്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാകും ഒപ്പോണൻസുകൾക്ക്. അപ്പോൾ അതൊക്കെ ചെൽസി ഗുണകരമായി. കാരണം ചെൽസിയുടെ സോൾ ഫോക്കസ് പിന്നെ ആ ഒരു ടോപ്പ് 6 ആയി. അപ്പോൾ അത്തരത്തിൽ പിന്നെ ഡെലിവറി ചെയ്യാൻ സാധിച്ചു പോച്ചറ്റിനൊക്കെ. എൻഡ് ഓഫ് സീസൺ ഒരു ഡീസൻറ്റ് ഫിനിഷ് ഡെലിവറി ചെയ്യാൻ സാധിച്ചു എന്നുള്ളതൊരു യാഥാർത്ഥ്യമായ സംഭവമാണ്. അതുപോലെ തന്നെ കോൾ പാമറിൻ്റെ ഒക്കെ ഈ ഒരു ഡെവലപ്മെൻറ്റിൽ പോച്ചിന് നമുക്ക് പിന്നെ ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞൊരു സംഭവമാണ്, ഈ സീസൺ ഇടയ്ക്ക് വെച്ചിട്ട് തന്നെ പറഞ്ഞൊരു സംഭവമാണ്, ചെൽസി ഒരു എലീറ്റ് നമ്പർ 9 സൈൻ ചെയ്തെങ്കിൽ ചിലപ്പോൾ ടോപ്പ് 4 ഫിനിഷ് ചെയ്തേനെ ഈ സീസണിൽ. അപ്പോൾ ഈവൻ വിത്ത് ദിസ് സ്ക്വാഡ് ചെൽസിക്ക് വേണമെങ്കിൽ ടോപ്പ് 4 ഫിനിഷ് ചെയ്യാമായിരുന്നു. അത് വേറെ കാര്യം. അതിന് സാധിച്ചില്ല. ഇഞ്ചുറീസും കാര്യങ്ങളും അത്തരത്തിലുള്ള പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ പോച്ചും ഈ സീസണിൻ്റെ ഒരു 3/4 ഭാഗവും അദ്ദേഹത്തിൻ്റെ പല ടാക്ടിക്കൽ ഡിസിഷൻസും പ്രശ്നമായിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമായുള്ള സംഭവമാണ്. അപ്പോൾ എന്തായാലും ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ടോപ്പ് 6 പോരാ. പിന്നെ അവരുടെ പ്രധാന പ്രശ്നം ഈ ക്ലബിൻ്റെ സ്ട്രക്ചറിൽ നിന്നുകൊണ്ട് ഒരു പപ്പറ്റായിട്ട് നിൽക്കാൻ ഇപ്പോൾ പോച്ചറ്റിനൊക്കെ താല്പര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കിയപ്പോഴാണ് ആളോട് പോകാൻ പറഞ്ഞിരിക്കുക എന്നുള്ളതാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അത് പോച്ചൊരു പപ്പറ്റ് ആയിരുന്നു. നമ്മൾ സീസണിൻ്റെ തുടക്കത്തിലേക്കുള്ള പ്രസ് കോൺഫറൻസും കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമായിരുന്നു. പക്ഷേ ആ ഒരു ആസ്ലിനെതിരെയുള്ള പരാജയത്തിന് ശേഷം എനിക്ക് തോന്നുന്നു ആൾക്കൊരു ഉൾവിളി കിട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സൂചന കിട്ടിയിട്ടുണ്ടാവും തൻ്റെ പണി പോകാറായി എന്നുള്ളത്. അപ്പോൾ പുള്ളിക്കാരൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ആ ഒരു പപ്പറ്റ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മാറ്റുന്നു. ഓർക്കേണ്ട ഒരു സംഭവം, ഈ മൊറീസിയോ പോച്ചറ്റിനോ എന്ന് പറഞ്ഞ ചെങ്ങായി ഈ സ്പേഴ്സിൻ്റെ ഓണറായിട്ടുള്ള ഡാനി ലീവിയുടെ കൂടെ ഒരുപാട് വർഷങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ളൊരു ചങ്ങായാണ്. ഈ സ്പേഴ്സിൻ്റെ ഓണർ പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒരു ബിസിനസ് മാനാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ചങ്ങായുടെ കൂടെ ഒരുപാട് വർഷം വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് പോച്ചറ്റിനോ. അപ്പോൾ അത്ര ക്ഷമയുള്ളൊരു മനുഷ്യനാണ്, പേഷ്യൻസ് ഉള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ ആ ചങ്ങായിയുടെ പേഷ്യൻസ് 5-8 മാസങ്ങൾ കൊണ്ട് തകർക്കാൻ ഈ ഓണർഷിപ്പിന് സാധിച്ചു എന്നുള്ളതാണ്. അത് നമ്മൾ ഈ ഓണർഷിപ്പിന് ക്രെഡിറ്റ് കൊടുക്കണം ആ ഒരു കാര്യത്തിൽ. പിന്നെ പോച്ച് വായി തോന്നിയത് പറയാൻ തുടങ്ങി, കുറച്ച് നട്ടല് കാണിച്ചു തുടങ്ങി. അതിൻ്റെ പ്രസ് കോൺഫറൻസിലുള്ള പല സ്റ്റാൻസുകളും നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള സ്റ്റാൻസുകളായിരുന്നു. പല വാചകങ്ങൾ അദ്ദേഹം യൂസ് ചെയ്യുന്നതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് വേണമെന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കൊക്കെ അദ്ദേഹം പറഞ്ഞു. എക്സ്പീരിയൻസ് ആഡ് ചെയ്യണം എന്നുള്ളൊരു കാര്യം. ഇതൊരു വളരെ യങ് ആയിട്ടുള്ള ടീമാണ്, പേഷ്യൻസ് വേണം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആൾ എക്സ്പീരിയൻസിനെ കുറിച്ച് സംസാരിക്കുന്നു. അപ്പോൾ അതൊന്നും ഈ ഓണർഷിപ്പ് സംബന്ധിച്ചിടത്തോളം എക്സ്പീരിയൻസ് എന്നുള്ളൊരു വാക്ക് കേട്ട് കഴിഞ്ഞാൽ അലർജിയാണ്. അമേരിക്ക അവിടെ ചൊറിഞ്ഞു വരും തോന്നുന്നു എക്സ്പീരിയൻസ് എന്നുള്ളൊരു വാക്ക് കേട്ട് കഴിഞ്ഞാൽ. അത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്ത സംഭവമാണ്. ആരാണ് ആ ഇവന്മാർ അഡ്വൈസ് ചെയ്യുന്നത്? അതായത് ഇവന്മാരെ സംബന്ധിച്ചോളം ഇതൊരു ന്യൂ ടെറിട്ടറിയാണ്. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അവന്മാരെ സംബന്ധിച്ചോളം പുതിയ ഒരു പ്ലേ ഗ്രൗണ്ടാണ് അവർക്ക്. ഇവർ ബിസിനസ്മാന്മാരാണ്. അവർക്ക് വേറെ സ്പോർട്ടിൽ പിന്നെ ഉഴുതുമറിച്ചതിൻ്റെ പരിചയമുണ്ട്. പക്ഷേ ഫുട്ബോളിലേക്ക് അവർ പുതുതായിട്ട് വരികയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും അവരുടെ ഡിസിഷൻ മേക്കിങ്ങിലുണ്ട്. അത് വേറെ കാര്യം. അങ്ങനെ ഒടുവിൽ പൊച്ചറ്റീനോയുടെ ക്ഷമ നശിക്കുന്നു. പൊച്ചറ്റീനോയുടെ ക്ഷമ നശിക്കുന്നു. ബോർഡാണെങ്കിൽ നേരത്തെ തന്നെ തീരുമാനം എടുത്തിട്ടുണ്ട് പുള്ളിക്കാരനെ സാക്ക് ചെയ്യാനെന്നുള്ളത്. അതായത് ഈ പ്രൊജക്റ്റിലൊരു മാറ്റം വേണമെന്നുള്ള തീരുമാനം അവർ നേരത്തെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു.
ഇതിലെനിക്ക് പൊച്ചറ്റിനോട് മാസീവ് റെസ്പെക്റ്റുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, പുള്ളിക്കാരന് ആ ഡ്രസ്സിംഗ് റൂം ഒരിക്കലും നഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമല്ല, പ്ലേയേഴ്സിനൊക്കെ ചങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ടാക്ടിക്കലി സ്ട്രിക്റ്റ് അല്ലാത്ത ഒരു ചങ്ങായാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും പ്ലേയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ കോന ഗാലഗറിനെ നന്നായി റേറ്റ് ചെയ്യുന്ന തരത്തിലൊരു മാനേജറാണ്. ആളെ സംബന്ധിച്ചിടത്തോളം കോന ഗാലഗറിനെ വെക്കാൻ ആൾക്ക് ഒരു താല്പര്യമില്ല എന്നുള്ളതാണ്. അത് ചിലപ്പോൾ പുള്ളിക്കാരൻ ബോർഡിനെ അറിയിച്ചിട്ടുണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഈ കോന ഗാലഗറിനെ ഒരുവിധം എല്ലാ മാനേജർമാരും റേറ്റ് ചെയ്യും. കാരണം ഇത്തരത്തിലുള്ള ഒരു പ്ലെയറിന് ഒരു സ്ക്വാഡിന് ആവശ്യമാണ്. അത് മാനേജർമാർക്ക് കൃത്യമായിട്ട് അറിയുന്നൊരു കാര്യമാണ്. നമ്മുടെ ഓണർമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്യുവർ പ്രോഫിറ്റാണ് കോബ്ഹാം പ്രൊഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ. അക്കാഡമി പ്രൊഡക്റ്റുകൾ എന്ന് പറഞ്ഞാൽ പ്യുവർ പ്രോഫിറ്റ്. അങ്ങനെ ബുക്സ് ബാലൻസ് ചെയ്യാനുള്ള ആളുകളാണ്. എന്നിട്ട് എന്താണ് 17-16 വയസ്സുള്ള പിന്നെ ചെക്കന്മാരെ പിന്നെ ലോകത്തിൻ്റെ പല ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിക്കുക. അതാണ് അവരുടെ പരിപാടിയുള്ളത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ എസ്റ്റോവാ വില്ലിനെ പോലെയുള്ള ജനറേഷണൽ ടാലൻ്റ് എന്ന് വിളിക്കുന്ന തരത്തിലുള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവരുന്നതൊക്കെ അംബീഷനും കാര്യങ്ങളൊക്കെയാണ്. അതിലൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ അവിടെ റൈറ്റ് ബ്ലെൻഡ് വേണം എന്നുള്ളതാണ്. അത് കോബ്ഹാം പ്രൊഡക്റ്റുകൾക്ക് അവിടെ ഒരു ഇടം വേണം. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് പ്ലേയേഴ്സിന് ഒരു ഇടം വേണം. അതോടൊപ്പം തന്നെ എന്താണ് ഈ ജനറേഷണൽ ടാലൻറ്റുകളും അതുപോലെ തന്നെ ബാക്കിയുള്ള പ്ലേയേഴ്സൊക്കെ അടങ്ങുന്ന ഒരു സ്ക്വാഡായിരിക്കണം. അതാണ് വേണ്ടത്. നേരെ മറിച്ച് ഒരു എക്സ്പീരിയൻസ് പ്ലെയറിലും ചെൽസി ലിങ്കായിട്ട് ഞാൻ കേൾക്കുന്നില്ല എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. ആ ഒരു റൈറ്റ് ബ്ലെൻഡ് വേണം. ഏത് മോഡലാണ് ചെൽസി ഫോളോ ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഓണർഷിപ്പ് പുതിയ ക്ലബിലേക്ക് വരുന്നു, അവരെ സംബന്ധിച്ചോളം അവരൊരുപാട് പഠിച്ചിട്ടുണ്ടാകും, ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടാകും. അപ്പോൾ അവർ ഇപ്പോൾ ലിവർപൂളിൻ്റെ മോഡലിലേക്കൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ മൈക്കൽ എഡ്വേർഡ്സൊക്കെ അവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ്, അവരുണ്ടാക്കിയിട്ടുള്ള ആ ഒരു സ്ട്രക്ചർ കൊണ്ട് അവരുണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ്. പക്ഷേ അവിടെ യോർഗൻ ക്ലോപ്പ് എന്ന് പറയുന്ന മാനേജറാണ് അക്ഷരത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഉണ്ടായിരുന്നത്. FSG ഭയങ്കര പിഷ്കന്മാരായിട്ടുള്ള ഓണർമാരാണ്. അവർ പൈസ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ബാക്കിയുള്ളവർ സ്പെൻഡ് ചെയ്ത പോലെയൊന്നും അവർ സ്പെൻഡ് ചെയ്തില്ല. അവർ വിൽക്കുന്നതനുസരിച്ച് വാങ്ങുന്ന തരത്തിലുള്ള ആളുകളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം അത്തരത്തിലൊരു മോഡൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് കാര്യങ്ങൾ മുമ്പോട്ട് പോയിട്ടുള്ളൂ. അപ്പോൾ മോഡലുകളും കാര്യങ്ങളൊക്കെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഫുട്ബോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇനിയോസിൻ്റെ കീഴിൽ അത്തരത്തിലുള്ള പരിപാടിയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഇവന്മാരും ഈ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ നോക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ്. അതിനൊന്നും ഒരു സംശയമില്ല. മോഡേൺ ഫുട്ബോളിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. പക്ഷേ ഏത് മോഡലിനെയാണ് ഇവർ ഫോളോ ചെയ്യുന്നത്, ഇവർ കോപ്പി ചെയ്യുന്നത്? കാരണം ഇവർ പുതിയ ആളുകളല്ലേ. അവർ കോപ്പി ചെയ്യുന്നത് അക്ഷരാർത്ഥം ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ടോപ്പ് ക്ലബ്ബുകളുടെ മോഡലാണ്. അവരുടെ ഉദ്ദേശം സക്സസ് ആണെങ്കിൽ ഇട്ടാ. അതിൽ തന്നെ റയൽ മാഡ്രിഡിൻ്റെ മോഡൽ അക്ഷരാർത്ഥത്തിൽ കോപ്പി ചെയ്യാൻ പറ്റുന്ന തരത്തിലൊരു മോഡലാണ്. എന്താണ് അവരുടെ മോഡൽ? ആരാണ് അവരുടെ കോച്ച്? ആ ഒരു ടീമിൻ്റെ ഘടന എന്താണ്? അവരുടെ ആ ഒരു ട്രാൻസിഷൻ ഫേസിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? അവരെ എക്സ്പീരിയൻസിനെ എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്? അവർ യൂത്തിനെ എങ്ങനെയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്? ഇതൊക്കെ ശരിക്കും ഒരു പ്രോപ്പറായിട്ട് പഠിക്കാൻ പറ്റുന്ന തരത്തിലൊരു സംഭവമാണ്. അതോടൊപ്പം തന്നെ സക്സസ് അവരെങ്ങനെ നിലനിർത്തി പോവാണ്. ശരിയാണ്, അവരുടെ ആ ഒരു പിന്നെ ഫൈനാൻസും കാര്യങ്ങളൊന്നും ചെൽസിക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ സ്റ്റിൽ ചെൽസിക്ക് പൈസ ഒരു പ്രശ്നമായിരുന്നില്ലല്ലോ. ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്തിട്ടുള്ളതല്ലേ. അതേപോലെ തന്നെ പ്ലേയേഴ്സിനൊക്കെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു റീസെൻറ്റ് ഹിസ്റ്ററിയും ചെൽസിക്ക് ഉണ്ട്. പക്ഷേ ഇവന്മാർ ഫോളോ ചെയ്യുന്നത് ആ തരത്തിലുള്ളൊരു മോഡലല്ല എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ടും എക്സ്പീരിയൻസിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അങ്ങനത്തെ ഒരു ബ്ലെൻഡ് എന്തുകൊണ്ട് ഇവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇനി വേറൊരു കാര്യം, ഇവന്മാർ ഈ പൊച്ചറ്റിനോ മാറിയിട്ടുള്ള സാഹചര്യത്തിൽ ഇനി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന പേരുകൾ ഇതാണ് ഞാൻ പറഞ്ഞത്. റോമൻ അബ്രാമോവിച്ചും ഇവന്മാരും തമ്മിലുള്ള വ്യത്യാസം. റോമൻ അബ്രാമോവിച്ച് ഒരു മാനേജറിനെ സാക്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്കറിയാം ഇനി വരാൻ പോകുന്നത് അടിപൊളി ഒരു മാനേജർ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ബെസ്റ്റ് അമംഗ് ദ ലോട്ടായിരിക്കും എന്നുള്ളത് നമുക്ക് അറിയുന്നതാണ്. വൺ ഓഫ് ദി ബെസ്റ്റിനെ തന്നെയാണ് ചെങ്ങനെ കൊണ്ടുവരിക എന്നുള്ളത് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് എന്താണ് പ്രതീക്ഷിക്കേണ്ടത് എന്നുള്ള ഒരു ഐഡിയ ഇല്ല. ആരാണ് ഇനി വരാൻ പോകുന്നതാണ്. അപ്പോൾ പേരുകൾ കേട്ട് കഴിഞ്ഞാൽ ആരൊക്കെയാണ്? കിരൺ മക്കേന ഇപ്സ്വിച്ച് ടൗണിന് വേണ്ടിയിട്ട് അൺബിലീവബിൾ പണിയാണ് ചെങ്ങാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ബാക്ക് ടു ബാക്ക് പ്രൊമോഷൻസിന് വേണ്ടിയിട്ടാണ് ഇപ്സ്വിച്ച് ടൗൺ പ്രീമിയർ ലീഗിലേക്ക് എത്തിയിരിക്കുന്നത്. ലീഗ് വണ്ണിൽ ഇരിക്കുമ്പോഴാണ് ചങ്ങായി മാനേജർ ആവുന്നത്. ചാമ്പ്യൻഷിപ്പിലേക്ക് എത്തിക്കുന്നു, ചാമ്പ്യൻഷിപ്പിൽ നിന്ന് പ്രീമിയർ ലീഗ് കൊണ്ട് എത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് അൺബിലീവബിൾ ജോബാണ്, സംശയമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇവന്മാരൊന്നും മോശം മാനേജർമാരെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പൊട്ടൻഷ്യലുള്ള ക്വാളിറ്റി മാനേജർമാർ തന്നെയാണ്. പിന്നെ സെബോനസ് സ്റ്റുട്ട്ഗാർട്ടിന് വേണ്ടിയിട്ട് അൺബിലീവബിൾ ജോബാണ്. ബുണ്ടസ് ലീഗിൽ സെക്കൻഡാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ആൾ 2023 ആ ജോബ് ഏറ്റെടുക്കുമ്പോൾ അവർ അടിത്തട്ടിൽ കിടക്കുകയായിരുന്നു ബുണ്ടസ് ലീഗയിൽ. എന്നിട്ട് ആ പ്ലേ ഓഫ് കളിച്ചിട്ട് അവർ റെലഗേഷനിൽ നിന്ന് രക്ഷപ്പെടുന്നു. പിന്നെ തൊട്ടടുത്ത സീസണിൽ സെക്കൻഡ് ഫിനിഷ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ, ബാൻമിക്കിന് മുകളിൽ ഫിനിഷ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അൺബിലീവബിൾ ജോബാണ്. പിന്നെ ആളുടെ ആ ഒരു അറ്റാക്കിംഗ് ഫിലോസഫിയും കാര്യങ്ങളൊക്കെ ഭയങ്കര അട്രാക്റ്റീവാണ്. പിന്നെ കേൾക്കുന്ന പേര് മിച്ചലിൻ്റെ പേരാണ്. ജിറോനയ്ക്ക് വേണ്ടിയിട്ട് വൺസ് അഗെയിൻ അൺബിലീവബിൾ ജോബ് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ തന്നെ പല ക്ലബ്ബുകളെയും പിന്നെ സെഗുണ്ടയിൽ നിന്നും ലാലിഗയിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുള്ള ഒരു ചങ്ങായാണ്. അതുപോലെ ജിറോനെ ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ നേടിക്കൊടുത്തുള്ള ചങ്ങായാണ്. അട്രാക്റ്റീവ് ബ്രാൻഡ് ഓഫ് ഫുട്ബോൾ കളിപ്പിക്കുന്ന ചങ്ങായാണ് ഉള്ള റിസോഴ്സുകളെ വെച്ചിട്ട്. അപ്പോൾ അതും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. പിന്നെ ആരുടെ പേരാണ് കേൾക്കുന്നുണ്ടായിരുന്നത്? പിന്നെ തോമസ് ഫ്രാങ്കിൻ്റെ പേരുണ്ട്. ബ്രെൻഫോർഡിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടി നടത്തുന്ന ചങ്ങായാണ്. അതുപോലെ തന്നെ എൻസോ മരസ്ക ലെസ്റ്റർ സിറ്റിയെ ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇവരൊക്കെ പൊട്ടൻഷ്യലി
ചിലപ്പോൾ വേൾഡ് ക്ലാസ് ആകാൻ സാധ്യതയുള്ള തരത്തിലുള്ള മാനേജർമാരാണ്. അഗെയിൻ ഇവരൊക്കെ അത്തരത്തിലുള്ള പൊട്ടൻഷ്യലുള്ള മാനേജർമാരാണ്. ഇവരൊന്നും പ്രൂവൻ വിന്നേഴ്സ് അല്ല, പ്രൂവൻ പിന്നെ ടോപ്പ് ക്വാളിറ്റി മാനേജർമാരല്ല. ഭാവിയിലാകുമായിരിക്കും, പക്ഷെ അത്തരത്തിൽ ഭാവിയിലാകാൻ പറ്റുന്ന തരത്തിലൊരു എൻവയോൺമെൻ്റ് ആണോ നിലവിൽ ചെൽസിയിലുള്ളതെന്ന് ചോദിച്ചാൽ അല്ല. അതാണ് പ്രശ്നം. അങ്ങനത്തെ ആളുകളെയാണോ ചെൽസിക്ക് വേണ്ടത്? അല്ല. പക്ഷെ അങ്ങനത്തെ ആളുകളാണ് ഈ ഓണർഷിപ്പിന് വേണ്ടത്. കാരണം അവരെ സംബന്ധിച്ചോളം പപ്പച്ചുകളെയാണ് അവർക്ക് വേണ്ടത്. അതായത് അവരുടെ ഒരു തരത്തിലുള്ള സംഭവം ചോദ്യം ചെയ്യപ്പെടാത്ത, കോച്ച് മാത്രം ചെയ്യേണ്ട തരത്തിലുള്ള ആളുകളാണ് അവർക്ക് വേണ്ടത്. പക്ഷേ ഇവിടെയാണ് ഏറ്റവും വലിയ ഐറണി നിൽക്കുന്നത്. ചെൽസിയെ സംബന്ധിച്ചിടത്തോളം കോച്ചിങ് മാത്രം ഉദ്ദേശിച്ചിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ചങ്ങായി ഉണ്ടായിരുന്നു തോമസ് തുഖേൽ. ആൾക്ക് വേറെ ഒരു കാര്യത്തിനും ഇടപെടാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. ആ ആളെ സാക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഇപ്പോൾ അവർക്ക് ഒരു കോച്ചിന് മാത്രമാണ് വേണ്ടത്. അതായത് പിന്നെ ഒരു മാനേജർ എന്ന രീതിയിൽ എല്ലാ കാര്യത്തിനും ഇടപെടുന്ന തരത്തിലുള്ള ഒരാളെ വേണ്ട. സെറ്റ് പീസ് കോച്ച് ഉണ്ടാവും, ഗോൾ കീപ്പിംഗ് കോച്ച് ഉണ്ടാവും, എല്ലാ തരത്തിലുള്ള കോച്ച് ഉണ്ടാവും, സ്പോർട്ടിംഗ് ഡയറക്ടർമാർ കുറേ എണ്ണം ഉണ്ടാവും. അങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഫുട്ബോൾ കാര്യം മാത്രം നോക്കി നടക്കുന്ന ഒരാൾ. അതായിരുന്നു തുഖേലിനും ആവശ്യമുണ്ടായിരുന്നു, തുഖേലിനും താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്കാരനെ സാക്ക് ചെയ്തിട്ട് ഇപ്പോൾ എന്താണ് അങ്ങനെ കോച്ച് ചെയ്യാൻ മാത്രം താല്പര്യമുള്ള ഒരാളിലേക്ക് അവർ തിരച്ചിൽ തുടരുകയാണ്. അതും യങ് മാനേജർമാരെ തന്നെ വേണം. അവന്മാർക്ക് എക്സ്പീരിയൻസ് കേട്ട് കഴിഞ്ഞാൽ കലിയാണ്. എക്സ്പീരിയൻസുമാർക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ആന്റോണിയോ കോണയുടെ പേര് ലിങ്ക് ചെയ്ത് കേൾക്കുന്നില്ല, ജോസെ മൊറീനോയുടെ പേര് ലിങ്ക് ചെയ്ത് കേൾക്കുന്നില്ല, തോമസ് തുഖേലിൻ്റെ റിട്ടേണിനെ കുറിച്ച് കേൾക്കുന്നില്ല. ആകെ ഫ്ലോറിയൻ പ്ലാറ്റൻബർഗ് മാത്രമേ എന്തോ സംസാരിച്ചുള്ളൂ. ബാക്കി റിലയബിൾ ആയിട്ടുള്ള ജേർണലിസ്റ്റുകളൊന്നും ഇതിനെക്കുറിച്ച് സംസാരിച്ചില്ല. സത്യം പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ചോളം ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് അറിയാം? ഒരു എലീറ്റ് മാനേജറിനെ കൊണ്ടുവരിക, അല്ലെങ്കിൽ തോമസ് തുഖേലിനെ തിരിച്ചു കൊണ്ടുവരിക. ഈഗോയിനെ ഫക്ക് ദ ഈഗോ ആൻഡ് ബ്രിങ് ബാക്ക് തോമസ് തുഖേൽ. അതാണിപ്പോൾ ഈ ഓണർഷിപ്പിന്, ഈ ഒരു ഫാൻ ബേസിനെ തിരിച്ചു പിടിക്കാൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. ശരിയാണ്, ചില ആളുകൾക്കൊക്കെ എതിർപ്പുണ്ടാവും തോമസ് തുഖേൽ തിരിച്ചു വരുന്നതിൽ. തോമസ് തുഖേലിന് തന്നെ താല്പര്യം ഉണ്ടാവില്ല ഈ ഓണർമാരുടെ കയ്യിൽ വർക്ക് ചെയ്യാൻ. അത് വേറെ കാര്യം. അപ്പോൾ ആ തിരിച്ചുവരവിനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ അത് ചെയ്ത് കഴിഞ്ഞാൽ ഇവന്മാർക്ക് ഇപ്പോൾ ഫാൻസിനെ വിൻബാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ വൺസ് അഗൈൻ ഇറ്റ്സ് ഗോയിങ് ടു ബി എൻ എക്സ്പെരിമെൻറ്റ്. മറ്റൊരു എക്സ്പെരിമെൻറ്റ് കൂടി ഇവർ നടത്താൻ പോവാണ്. ആ എക്സ്പെരിമെൻറ്റ് സക്സസ് ആവുമോ ഫെയിലിയർ ആവുമോ നമുക്കറിയില്ല. കാരണം അതിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് ഇല്ലാത്ത തരത്തിലുള്ള ഒരാളായിരിക്കും വരാൻ പോകുന്നത്. അടുത്ത സീസൺ എന്ന് പറഞ്ഞാൽ ചെൽസി വളരെ ക്രൂഷ്യലാണ്. ഈ അപ്പോയിൻമെൻറ്റ് വളരെ വളരെ ക്രൂഷ്യലാണ്. കാരണം അടുത്ത സീസണിൽ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കിട്ടിയിട്ടില്ലെങ്കിൽ ചെൽസി സംബന്ധിച്ചോളം അത് ഉണ്ടാക്കാൻ പോകുന്ന ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഭീകരമാണ്. പിന്നെന്താണ്, പല പ്ലെയേഴ്സും മൂവ് ചെയ്ത് തുടങ്ങും. ശരിയാണ്, അവരുടെയൊക്കെ വലിയ കോൺട്രാക്റ്റ് ആണെങ്കിൽ പോലും അൺഹാപ്പി ആയിട്ടുള്ള പ്ലേയേഴ്സിനെ പിടിച്ചു നിർത്താൻ പറ്റില്ല. കാരണം ഇതിലുള്ള ചില പ്ലേയേഴ്സൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ക്വാളിറ്റിയുള്ള ഫുട്ബോളേഴ്സാണ്. അവർക്ക് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിക്കാതെ എത്ര സീസൺ പിടിച്ചു നിൽക്കാൻ പറ്റും? പിന്നെ ആര് വരും ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ഇല്ലാതെ? അപ്പോൾ ഇതൊക്കെ പ്രശ്നങ്ങളാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 3 സീസണിൽ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള റിപ്പർക്കേഷൻസ് ഫുട്ബോൾ ക്ലബ്ബിലുണ്ടാവും. അപ്പോൾ അടുത്ത സീസൺ ചെൽസി വളരെ ക്രൂഷ്യലാണ്. ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ മിനിമമാണ്. ആ മിനിമം പിന്നെ ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പേഴ്സണാലിറ്റിയുള്ള മാനേജർ, ടാക്ടീഷ്യൻ മാത്രം പോരാ, ഒരു പേഴ്സണാലിറ്റിയുള്ള ഒരു മാനേജർ, ആ ഒരു പ്രഷർ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മാനേജർ. കാരണം ഇവിടെ ഒരാളെ മാത്രം പ്രീതിപ്പെടുത്തിയാൽ പോരല്ലോ, അനവധി രാമൻ നായന്മാരുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യുന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇവന്മാരുടെ ഡിമാൻഡ്സ്, പൊസിഷൻ ഫുട്ബോൾ, അട്രാക്റ്റീവ് ഫുട്ബോൾ, ഫ്ലെയർ ഫുട്ബോൾ ഒക്കെ ഫൈനാണ്, കേൾക്കാൻ നല്ല സുഖമാണ്. ഈ യങ് ഫുട്ബോളേഴ്സിനെ പിന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ എന്താണ് കോമ്പീറ്റും ചെയ്യണം, എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യണം. അതിന് പറ്റിയ മാനേജറോ, അതൊരു ഇൻഎക്സ്പീരിയൻസ് മാനേജറെ നമുക്ക് വേണ്ടുള്ളൂ. അപ്പോൾ ഐ ഡോണ്ട് നോ, ഞാൻ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്. അടുത്ത അപ്പോയിൻമെൻറ്റ് സ്പോട്ട് ഓൺ ആകണം. അത് ഉമ്മാർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. എനിക്ക് ഉമ്മാരിൽ വലിയ വിശ്വാസമൊന്നുമില്ല. പക്ഷെ നോക്കാം. പിന്നെ പല സാഹചര്യങ്ങളും ഞാൻ പറഞ്ഞുള്ള സംഭവമാണ്. പോച്ചിനെ സാക്ക് ചെയ്യണം എന്നുള്ളത് ഞാനും ഈ ചാനലിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പോച്ചിനെ സാക്ക് ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സ്പോർട്ടിംഗ് ഡയറക്ടർമാരെ കൂടി ഒരുമിച്ച് സാക്ക് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ പോച്ചിനെ സാക്ക് ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്നുള്ളത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ഇവന്മാർ തന്നെയാണ് പോച്ചിൻ്റെ റീപ്ലേസ്മെൻറ്റ് കണ്ടെത്താൻ പോകുന്നത്. ഇവന്മാർ അനലൈസ് ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് അറിയുന്ന ഒരു സംഭവമാണ്. ഇവന്മാർ ഇനിയും ശരിയായിട്ടുള്ളൊരു തീരുമാനം എടുക്കുമോ? കാരണം അവന്മാർക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് ഇല്ല. അവന്മാർ സ്കൗട്ടുകളൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളുകളാണ്. ബ്രൈറ്റനിലും അത്തരത്തിലുള്ള റെഡ് ബുൾ ടീമുകളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളാണ്. അല്ലാതെ ഇവന്മാർ അത്തരത്തിലുള്ള ടോപ്പ് ക്വാളിറ്റി ഫുട്ബോളിങ് ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആളുകളൊന്നും അല്ല. പിന്നെ എന്താ പറയുക, ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആണ്. അടുത്ത അപ്പോയിൻമെൻറ്റ് സ്പോട്ട് ഓൺ ആയിരിക്കണം, അല്ലെങ്കിൽ കാര്യങ്ങൾ തകിടം മറിയും. അപ്പോൾ പൊച്ചറ്റീനോയിൽ ഒരു അപ്ഗ്രേഡ് അല്ല വരുന്നതെങ്കിൽ പൊച്ചറ്റീനോയെ സാക്ക് ചെയ്യാനെടുത്തുള്ള ഈ ഒരു തീരുമാനം, അല്ലെങ്കിൽ പൊച്ചറ്റീനോയിൽ നിന്നും വിട്ടുപോകാനെടുത്തുള്ള ഈ തീരുമാനം മണ്ടത്തരമാകുന്നതാണ്. അതാണ് നിലവിലത്തെ ഒരു സ്ഥിതി. അതായത് പൊച്ചറ്റീനോ പോകണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ആൾ ചെയ്തിട്ടുള്ള പല
ടാക്ടിക്കൽ മിസ്റ്റേക്സും അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിലുള്ള പ്രശ്നവും അദ്ദേഹത്തിൻ്റെ സ്റ്റൈലിലുള്ള പ്രശ്നവും അതൊക്കെ ഈ ചാനലിൽ നിന്ന് പല വീഡിയോകളായിട്ട് നമ്മൾ സംസാരിച്ച് പോകണം, അതിലേക്കൊന്നും ഞാൻ തിരിച്ചു പോകുന്നില്ല. പക്ഷേ സ്റ്റിൽ അവസാനം അദ്ദേഹം കാണിച്ചിട്ടുള്ള ആ ഒരു ടാക്ടിക്കൽ ഫ്ലെക്സിബിലിറ്റി അത് ഇത്തിരി എന്താ പറയുക ഒരു പ്രതീക്ഷ നൽകുന്ന തരത്തിലുള്ള സംഭവമായിരുന്നു. പക്ഷേ സ്റ്റിൽ ഒരു ചെൽസി ഫുട്ബോൾ ക്ലബിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചെൽസിയെ ട്രോഫികൾ അടിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കോച്ചാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. ഞാനത് വീണ്ടും പറയുകയാണ്. പിന്നെ ചില ആളുകൾക്ക് പറയുന്നത് നിങ്ങൾ ഇടയ്ക്ക് അഭിപ്രായം മാറ്റുന്നില്ല എന്നുള്ളത്. ഞാൻ നിങ്ങളെപ്പോലെ ഒരു ഫാൻ മാത്രമല്ല അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇരുമ്പോലൊക്കെ ഒന്നുമല്ലല്ലോ, അതിങ്ങനെ ഇടയ്ക്ക് മാറ്റാനൊക്കെ പറ്റും. പക്ഷേ ഇവിടെയും എൻ്റെ ഒരഭിപ്രായം നിലനിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഓണർഷിപ്പിന് എതിരെയുള്ള അഭിപ്രായമാണ്. അത് അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് മാറ്റം സംഭവിക്കണമെങ്കിൽ ഇവന്മാരാണ് നമുക്ക് അത് മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്ത് കാണിച്ചു തരേണ്ടത്. എന്തൊക്കെയോ പറഞ്ഞു പോയിട്ടുണ്ട്, എനിക്കറിയില്ല. ഫെഡപ്പ്. ഞാൻ ഇപ്പം ഇതിൽ തന്നെ ഈ തോമസ് ഫ്രാങ്കിനെ ഇവർ ഈ ഒരു ലിസ്റ്റിൽ എങ്ങനെ ഉൾപ്പെടുത്തുന്നതാണ്. തോമസ് ഫ്രാങ്കിനെ ഞാൻ റേറ്റൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള മാനേജറാണ്. അപ്പോൾ ഇതിലുള്ള മാനേജർമാരൊക്കെ ക്വാളിറ്റിയുള്ള മാനേജർമാരാണ്. അഗെയിൻ ഞാനത് പറയണം, അവന്മാരൊന്നും താഴ്ത്തി കിട്ടുന്നില്ല. പക്ഷേ ഒരു വെസ്റ്റ് ഹാമോ അല്ലെങ്കിൽ ഒരു ബ്രൈറ്റനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വൂൾസൊക്കെ നോക്കുന്ന തരത്തിലുള്ള ലിസ്റ്റാണിത് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതാണ് ഏറ്റവും വറിയിങ് ആയിട്ടുള്ളൊരു സംഭവം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുള്ളതാണ്. ചെൽസി നോക്കേണ്ട തരത്തിലുള്ള ലിസ്റ്റുകളല്ല ഇത്. അപ്പോൾ എന്തായാലും എന്ത് സംഭവിക്കുന്നുള്ളത് കാത്തിരുന്ന് കാണാം, വേറെ വഴിയൊന്നുമില്ല. തോമസ് ഫ്രാങ്ക് ഒരിക്കലും ഈ പൊസിഷൻ സ്റ്റൈൽ കളിക്കുന്ന തരത്തിലുള്ള ഒരാളല്ല കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ ഉമ്മാരുടെ ഈ റിപ്പോർട്ടുകൾ വരുന്നതിൽ എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ റോബർട്ടോ ഡിസേർബിയുടെ റിലീസ് ക്ലോസ് പേ ചെയ്തത് നമ്മളാണോ? പക്ഷേ ഡിസേർബിയുടെ സംബന്ധിച്ചിടത്തോളം ഡിസേർബിയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഓണർഷിപ്പും തമ്മിൽ പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആളിനെ ഒരു പപ്പറ്റായിട്ടൊന്നും കണക്കാക്കാൻ പറ്റില്ല. അപ്പോൾ ആൾ വരാൻ സാധ്യത എന്നെ സംബന്ധിച്ചോളം കുറവാണ്. അങ്ങനെ തന്നെയാണ് പല റിപ്പോർട്ടുകളും വരുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാൻ വേറെ വഴിയൊന്നുമില്ല. ഈ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോകാമെന്നല്ലാതെ വേറെ വഴിയൊന്നുമില്ല. കാരണം ഇവന്മാർ വേറെ എന്തൊക്കെയാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് സക്സസ് ആകും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കുക. ഇവന്മാരുടെ പരീക്ഷണം എന്തെങ്കിലുമൊക്കെ വിജയിക്കുമായിരിക്കും അല്ലേ, വേറെ ഇപ്പം എന്താ ചെയ്യുക. ബൈ. ഇവന്മാർ വിചാരിക്കുന്നത് ഷാബി അലോൺസോ ലെവർക്യൂസനിൽ ചെയ്തത് നമുക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാകും എന്നുള്ളതൊക്കെയാണ്. പക്ഷേ ഷാബി അലോൺസോയും വളരെ ക്ലെവറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. നമുക്കറിയുന്നതാണ് അവിടെ എക്സ്പീരിയൻസിന് അവിടെ ആഡ് ചെയ്തിട്ടുള്ള രീതി. യൂത്തിൻ്റെ ഒപ്പം എക്സ്പീരിയൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ലെവർക്യൂസനിൽ യാതൊരു തരത്തിലുള്ള പ്രഷറും ഷാബി അലോൺസോക്ക് ഉണ്ടായിരുന്നില്ല. ഷാബി അലോൺസോ ടോപ്പ് കോച്ചാണ്, സംശയമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ പ്രഷർ ഉണ്ടായിരുന്നില്ല. ഇവിടുത്തെ അവസ്ഥ അങ്ങനെ ആയിരിക്കില്ല. അതാണ് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഫാൻസിൻ്റെ എക്സ്പെക്റ്റേഷൻ. കാരണം ഫാൻസ് സത്യം പറഞ്ഞാൽ ഗ്ലോറിയിൽ സ്പോയിൽഡ് ആയിട്ടുള്ളൊരു ഫാൻ ബേസാണ് ഞാൻ അടക്കമുള്ളത് എന്നുള്ളത് ഞാൻ മുമ്പ് പറയുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ വലിയ പ്രഷർ സിറ്റുവേഷനാണ്. അപ്പോൾ ഓൾറെഡി പ്രഷറുള്ളൊരു ജോബ്, അതോടൊപ്പം തന്നെ എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു സ്ക്വാഡായിരിക്കും, ഫുള്ള് യങ്സ്റ്റേഴ്സ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പിന്നെ ഇൻകൺസിസ്റ്റൻസി ഉണ്ടാകും. ഇതോടൊപ്പം തന്നെ ഡെലിവറി കൂടി ചെയ്യണം എന്നുള്ള പ്രഷർ. അപ്പോൾ ഇതൊക്കെ താങ്ങാൻ ഈ ചാമ്പ്യൻഷിപ്പിൽ ഫുട്ബോൾ കളിപ്പിച്ചതിൻ്റെ എക്സ്പീരിയൻസ് ഉള്ള മാനേജർമാർക്ക് സാധിക്കുമോ എന്നുള്ളതാണ്. അതിന് ടോപ്പ് പേഴ്സണാലിറ്റികൾ വേണം, എലീറ്റ് കോച്ചുമാർ വേണം, ഓൾറെഡി പ്രൂവൺ ആയിട്ടുള്ള ആളുകൾ വേണം. അപ്പോഴാണ് ഈ പ്ലേയേഴ്സ് സംബന്ധിച്ചിടത്തോളം ഒരു വല്ലാത്ത രീതിയിലുള്ള റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുള്ളൂ എന്നുള്ള കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ അങ്ങനെയുള്ള ടോപ്പ് കോച്ചുമാർ വരുമ്പോൾ അവർ ഈഗോയും കൂടി ആയിട്ടാണ് വരിക. അവർ ഈ പറഞ്ഞ പോലെ എന്താ പറയുക പപ്പറ്റുകളായിട്ട് നിൽക്കില്ല, അവർ റിയാക്ട് ചെയ്യും. പക്ഷേ ഇവന്മാർക്ക് അത് പറ്റില്ല. അതാണ് സംഭവം. ഇതിൽ ഒരു റിപ്പോർട്ടിൽ, സ്റ്റാൻഡേർഡിൻ്റെ ഒരു റിപ്പോർട്ടിൽ ഞാൻ വായിച്ചിട്ടുള്ള കാര്യം എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയില്ല. അതായത് സ്പോർട്ടിംഗ് ഡയറക്ടർമാർക്കും അതുപോലെ തന്നെ ക്ലബിനും അതോറിറ്റി ഉണ്ടാകും, ഈവൻ ഓൺ പിച്ചിൽ നടക്കുന്ന മാറ്റേഴ്സിൽ പോലും ഉള്ളത്. ഏത് കോച്ചാണത് ആക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നത്? ഏത് ടോപ്പ് കോച്ചാണത് ആക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നത്? ഇവന്മാരെന്താണോ ഉദ്ദേശിക്കുന്നത്? ഇവന്മാർ ചെയ്യുന്നതിൽ ഇവന്മാർക്ക് തന്നെ വിശ്വാസമില്ല. അതാണ് ഇതിലേറ്റവും കോമഡി. അപ്പോൾ എന്താണ് സ്റ്റെബിലിറ്റി എന്നുള്ള വാചകം അവർ യൂസ് ചെയ്യും, പ്രൊജക്റ്റ് എന്നുള്ളൊരു വാചകം അവർ യൂസ് ചെയ്യുന്നുണ്ട്. അവർ ചെയ്യുന്നതിൽ അവർക്ക് തന്നെ വിശ്വാസമില്ല. യങ് പിന്നെ പൊസിഷൻ ബേസ്ഡ് ഫുട്ബോൾ കളിക്കുന്ന ഒരു മാനേജറിനെ കൊണ്ടുവന്നു പോർട്ടറിൽ, ഒരാളിനെ സാക്ക് ചെയ്തു. പ്രഷർ കാരണം അവർക്കത് സാക്ക് ചെയ്യേണ്ടി വന്നു. പിന്നെയോ പൊച്ചറ്റിനോ കൊണ്ടുവരുന്നു. പൊച്ചറ്റിനോ ഈ അവർ ബിൽഡ് ചെയ്തിട്ടുള്ള സ്ക്വാഡിൽ പിന്നെ അനുയോജ്യനായിട്ടുള്ള ഒരാളല്ല. മാനേജ്മെൻറ്റ് സ്കില്ല് സൂപ്പറാണ്, പ്ലേയേഴ്സിന് ഡെവലപ്പ് ചെയ്യുന്നതിൽ സൂപ്പർബാണ്, അതൊക്കെ നമുക്കറിയാം. പക്ഷേ ആ സ്ക്വാഡിന് വേണ്ടിയിട്ടുള്ള പെർഫെക്റ്റ് മാനേജർ ആയിരുന്നില്ല. പക്ഷേ സ്റ്റിൽ ആൾ റൈറ്റ് ഡയറക്ഷനിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സൂചന നൽകുന്ന സാഹചര്യത്തിൽ പേഴ്സണലി എൻ്റെ കാര്യം വിട്, പേഴ്സണലി എനിക്ക് പോച്ച് തുടരുന്നതിൽ താല്പര്യമില്ല, അത് വേറെ കാര്യം. പക്ഷേ പോച്ച് തുടരുന്നതിൽ താല്പര്യമില്ല എന്ന് ഞാൻ പറയുമ്പോഴും പോച്ചിൽ ഒരു അപ്ഗ്രേഡ് ഉണ്ടെങ്കിൽ മാത്രമേ സാക്കേണ്ടതുള്ളൂ, അല്ലെങ്കിൽ പ്രശ്നമാണ്. അതാണ് ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ ചോദ്യം. ഈ കേൾക്കുന്ന പേരുകൾ അവരൊക്കെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ അവരൊന്നും ഈ സിറ്റുവേഷനിൽ വന്നിട്ട് വലിയൊരു ഇമ്പാക്റ്റ് ഇവിടെ പെപ് ഗാർഡിയോളൊക്കെ ആയിട്ടാണ് ബാറ്റിൽ ചെയ്യേണ്ടത്.
ഓൾറെഡി 2 വർഷം വേസ്റ്റ് ചെയ്തു എന്ന് തന്നെ ഞാൻ പറയും. 2 വർഷം വേസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം ഒരു ഡയറക്ഷൻ ഇല്ലാതെ പോകുന്നതുകൊണ്ട് ആ 2 വർഷം വേസ്റ്റ് ചെയ്യപ്പെട്ടു. സ്റ്റെബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് അത് വേസ്റ്റ് ചെയ്യപ്പെട്ടു. ഇനി അവർ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ ഒരു 3 വർഷമൊക്കെ ആയിരിക്കും കാണുന്നുണ്ടാവുക. പക്ഷേ എത്ര കാലം നമുക്ക് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ഇല്ലാതെ സക്സസ് ഇല്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതേ ഒരു മോഡല്. അവരുടെ വേജ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നല്ലതാണ്, അതിനൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഈ ലോങ് കോൺട്രാക്റ്റ് കൊടുത്തിട്ട് ഇരിക്കുന്ന കാര്യത്തിൽ അതിൽ പല പ്ലേയേഴ്സും ചിലപ്പോൾ ആ ഒരു ഡിസ്കംഫേർട്ട് കാഴ്ചവെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മൊത്തത്തിൽ ക്ലബ്ബിൽ പ്രശ്നമായിട്ട് മാറും. ഇത് അസറ്റുകളല്ല ഇവന്മാരെ സംബന്ധിച്ചോളം. ഇവന്മാർ ഈ ചെറിയ പ്രായമുള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവന്നിട്ട് അവരൊരു അസറ്റ് പോലെയാണ് കണക്കാക്കുന്നത്. അപ്പോൾ എന്താണ് അവർ ഡെവലപ്പ് ചെയ്തിട്ട് വലിയ തുകക്ക് വിൽക്കാമെന്നോ അല്ലെങ്കിൽ സ്ക്വാഡിൽ യൂസ് ചെയ്യാമെന്നോ ഒക്കെ ആയിരിക്കും ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ ഇവിടെ ഹ്യൂമൻ എലമെൻ്റ് ഉണ്ട്. കാരണം ഇവരൊക്കെ മനുഷ്യന്മാരാണ് ആഫ്റ്റർ ഓൾ. അപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ ഈ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ എൻസോ ഫെർണാണ്ടസിനെ സംബന്ധിച്ചോളം അദ്ദേഹം വന്നിട്ട് ഇപ്പോൾ 5ാമത്തെ മാനേജറെ കീഴിലായിരിക്കും അദ്ദേഹം കളിക്കാൻ പോകുന്നത്. അപ്പോൾ ആ സ്റ്റെബിലിറ്റി ഇല്ലാത്ത സാഹചര്യത്തിൽ ചിന്തിച്ചു പോകും ആരായാലും. ഇത് എൻസോയുടെ കാര്യം മാത്രമല്ല, പല പ്ലേയേഴ്സും അങ്ങ് ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ കോൾ പാമറൊക്കെ അങ്ങ് ചിന്തിച്ച് കഴിഞ്ഞാൽ, കോൾ പാമർ ഒക്കെ സത്യം പറഞ്ഞാൽ ചെൽസിക്ക് ലോട്ടറി അടിച്ചതാണ്, ലക്കിയാണ്. ജോഷീൽസാണ് ചെങ്ങനെ കൊണ്ടുവരുന്നത്. അതും എന്താണ് ആ ഒരു ലാസ്റ്റ് ഡിച്ച് സൈനിങ് എന്നുള്ള രീതിയിലേക്കാണ് പുള്ളിക്കാരൻ കൊണ്ടുവന്നത്. വേറെ മൈക്കൽ എല്ലീസിയെ കിട്ടാത്ത സാഹചര്യത്തിലാണ് കോൾ പാമറിലേക്ക് എത്തിയെന്ന് നമുക്കറിയാം. കാരണം ലാസ്റ്റാണ് പുള്ളിക്കാരനെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് സത്യത്തിൽ ലക്കാണ്. കാരണം ഫസ്റ്റ് ഓപ്ഷൻ ഒന്നും ആയിരുന്നില്ല കോൾ പാമർ, സെക്കൻഡോ തേർഡോ ഓപ്ഷനൊക്കെ ആയിരുന്നു. പക്ഷെ അതിങ്ങനെയോ നല്ല രീതിയിൽ ഭാവിച്ചു. പക്ഷേ ഇവന്മാരൊക്കെ കൊത്തി കൊണ്ടുപോകാൻ വേറെ ക്ലബ്ബുകൾ വരും. ലോങ് കോൺട്രാക്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇവന്മാരൊക്കെ മനുഷ്യന്മാരാണ്. ഡിസ്കംഫർട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു വലിയ റിസ്കി പരിപാടിയാണ് ഇവന്മാർ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇത് സക്സസ് ആവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിക്കുക, അല്ലാത്തവർ മിണ്ടാണ്ടിരിക്കുക, വേറെ വഴിയൊന്നുമില്ല. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് അല്ലേ. അടുത്ത അപ്പോയിൻമെൻറ്റ് ആരാന്നുള്ളത് നോക്കാം. വളരെ ക്രൂഷ്യലായിട്ടുള്ള അപ്പോയിൻമെൻ്റാണ് ഈ ഓണർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം, ഈ സ്പോർട്ടിംഗ് ഡയറക്ടർമാരെ സംബന്ധിച്ചിടത്തോളം. അവന്മാരിപ്പോഴും ആ ജോലിയിലിരിക്കുന്നത് എങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പിന്നെ ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, പല ക്ലബ്ബുകളും പല ടോപ്പ് ക്ലബ്ബുകളും മാനേജർമാരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ മാനേജർമാരെ സംബന്ധിച്ചിടത്തോളം ഓപ്ഷൻസ് ഉണ്ട്. വലിയ ക്ലബ്ബുകളൊക്കെ ഇങ്ങനെ വേക്കൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് മാനേജറിയൽ പൊസിഷൻ. അപ്പോഴാണ് നമ്മളും ഇങ്ങനൊരു ഡിസിഷൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എൻവയോൺമെൻറ്റിലേക്ക് ഇവന്മാരുടെ പപ്പറ്റായിട്ട് വരാൻ ആര് തയ്യാറാകും എന്നുള്ളത് ആകാംക്ഷയോടെ ആളുകൾ കാത്തിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പം ബയേൺ മ്യൂണിക്കൊക്കെ ഒരു മാനേജറെ കിട്ടാനായിട്ട് തുലാഭാരം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഉള്ള ആൾക്ക് ആടിനെ നേർച്ചാക്കിയിട്ടുള്ളതൊക്കെയാണ് കേൾക്കുന്നത്. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ കമ്പനിയുടെ പുറകിലൊക്കെയാണ് അവരുള്ളത്. എനിവേ നമുക്ക് നിർത്താം, എന്തൊക്കെയോ പറഞ്ഞു പോയിട്ട്. ഗുഡ് ബൈ.